അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇത്രയും നാളും താമസിച്ച ഹോസ്റ്റലിൽ തന്നെയാണ്. മണാലിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ സീരീസ് ഡീപ്പ് ഇൻ ഹിമാചൽ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പം നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ എന്താ അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന ഹോസ്റ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ദിവസം നിന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ലോങ് ടൈം ആയിട്ട് ഒരു മാസമോ 10 ദിവസമോ 5 ദിവസമോ നിൽക്കുന്നെങ്കിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ റൂമിലോട്ട്, അതായത് ഇവിടുത്തെ ലാസ്റ്റ് റൂമിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഇവിടെ ഫുള്ള് ബെഡാണ്. അപ്പോൾ ഇവിടുത്തെ ബെഡിന് എന്തെങ്കിലും റേറ്റ്സ് കുറവായിരിക്കുമെന്ന് തോന്നുന്നു. കാര്യം എല്ലാ ബെഡും കൂടി നിരത്തിയിട്ടിരിക്കുകയാണ്. 1 2 3 4 5 6 7 ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്ലാങ്കറ്റ്സും ഉണ്ട്, ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. ഇവിടെ നമ്മളുടെ ഗസ്റ്റും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് നമുക്കിവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെറസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഏരിയയാണ് ഇത്. ഇവിടെ ഫുൾ ഒരു കഫേ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ മഞ്ഞൊക്കെ പെയ്ത് ഇവിടെ ഫുൾ ഐസായി കിടക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. മാത്രമല്ല ഫുള്ള് തണുപ്പാണ്. രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് സ്നോ ആയിരുന്നു മണാലി മൊത്തം. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഉരുകിയൊന്ന് സെറ്റായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ശേഷം കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നല്ല സ്നോയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇവിടെ രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വന്ന് മൊത്തം വേറെ മൂഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും വർക്കൗട്ട് ചെയ്യണം നിർബന്ധമുള്ളവർക്ക് ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ തോതിൽ ഒരു ബെഞ്ചും കുറച്ച് ഡമ്പലും ബാറുകളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാനുള്ളവർക്കും നല്ല സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് വർക്ക് ഫ്രം ഹോമിനാണ് കൂടുതലായിട്ടുള്ളൊരു പ്രോത്സാഹനം ഉള്ളത്. പിന്നെ ഓൺലൈൻ ക്ലാസ് കൂടാനും എല്ലാം നമുക്ക് ഇവിടെ ഉപകരിക്കും. കാര്യം വൈഫൈയും കാര്യങ്ങളും ഉണ്ട്, അത് സെറ്റാണ്. മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വട്ടം കൂടിയിരുന്ന് ഗ്യാതറിങ്സ്, അതുപോലെ തന്നെ ഫ്രീ ടൈമിൽ ചില്ലൗട്ട് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ബി റൈറ്റ് ബാക്ക് ഹോസ്റ്റലിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ടെറസ് തന്നെയാണ്. വർക്കൗട്ട് സെക്ഷൻ നടത്താം, നമുക്ക് ഇവിടെ ഒരു ചില്ലിങ് സെക്ഷൻ നടത്താം. അതോടൊപ്പം തന്നെ വ്യൂ പോയിൻ്റാണ്, ഒരു വ്യൂ കാണാം. മണാലി ടൗണിൻ്റെ ഒരു മനോഹരമായ വ്യൂ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഹോസ്റ്റലിലെ ഏറ്റവും നല്ലൊരു പ്രത്യേകത.
റിസപ്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ബാക്ക് പാക്കേഴ്സിന് വേണ്ടിയുള്ള ഹോസ്റ്റൽ ആണെങ്കിലും ബാക്ക് പാക്കേഴ്സിലും കപ്പിൾസ് ആയിട്ടുള്ളവർ വരുമ്പോഴത്തേക്കും ഇച്ചിരൂടെ പ്രൈവസി ആയിട്ട് ലഭിക്കാൻ വേണ്ടി ഇച്ചിരൂടെ പ്രൈവസി ലഭിക്കാൻ വേണ്ടി ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളുടെ. അപ്പോൾ ഇതിലിവിടെ ഒരു കിങ് സൈസ് ബെഡ്, ഡബിൾ കോട്ട് ബെഡും എക്സ്ട്രാ ഒരു സിംഗിൾ കോട്ടും കൂടി ഉണ്ട്. അപ്പോൾ 3 ബെഡുണ്ട് ഇവിടെ. അപ്പോൾ ഒരു 3 പേരായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നവർക്കും ഇവിടെ ഈ റൂം എടുക്കാവുന്നതാണ്. മാത്രമല്ല കപ്പിളായിട്ട് വരുന്നവർക്കും ഈ ഹോസ്റ്റലിൽ നല്ലൊരു ആംബിയൻസ് കിട്ടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും ഒരു ബാത്റൂമും അതാണ് ഈ റൂമിലുള്ളത്. ഈ റൂമിൽ അത്യാവശ്യം നല്ല ആർട്ട് വർക്കുമായിട്ട് എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. അത് തന്നെ ഇതിൻ്റെ ഒരു ആർട്ട് കണ്ടാൽ തന്നെ അറിയാം കപ്പിൾസിന് വേണ്ടി ചെയ്തതാണ്. ദ ലവ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്. അതാണ് ഈ റൂമിൻ്റെ ഒരു കോൺസെപ്റ്റ്. Be right back.